ഹായ്, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കൂടുതലും ലൈഫിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും, ഫിനാൻഷ്യലി ആയാലും ഇമോഷൻസിലായാലും. നമ്മൾ ആരെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നെന്നൊക്കെ ഇരിക്കും. പക്ഷേ അവരിൽ കൂടുതൽ ഇമോഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിൽ നമ്മൾ സ്ഥാനം കൊടുത്ത് വെച്ചിരിക്കുന്ന ആ വ്യക്തി ഒരു ടൈമിൽ നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും നമുക്കത് ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവർക്ക് അവരുടേതായ ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. അല്ലാണ്ട് നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇമോഷൻസ് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. ഫിനാൻഷ്യലി പിന്നെയും എന്താ പറയുക, കുറച്ച് കാലത്തേക്ക് നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ ഡിപ്പെൻഡൻസി കാണിക്കുന്നതിൽ കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ഒതുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇമോഷൻ, നമ്മൾ ഹാപ്പിനെസ് ആയിരിക്കണമെങ്കിൽ മറ്റൊരാൾ വേണം എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ തോറ്റു. അങ്ങനെ ചിന്തിക്കരുത്. അവരില്ലെങ്കിലും നമ്മൾ ഓക്കെ ആവാൻ പഠിക്കണം. അങ്ങനെ പറ്റാത്തവരാണ് കുറേ പേര് സൂയിസൈഡ് ചെയ്യുന്നതും കുറേ മെൻ്റൽ പേഷ്യൻ്റൊക്കെ ആയി പോകുന്നതും ഈ ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഒരാളിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ കൊണ്ട് ഏൽപ്പിക്കരുത്. അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് കരകയറി പോരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ഹാപ്പി ലൈഫ്.